പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് കുരുക്ക് മുറുക്കുകയാണ് ഇഡി. റെയ്ഡിൽ 20 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാട് വീണ നടത്തിയതിന്റെ രേഖകൾ ലഭിച്ചെന്ന അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ് ഇന്നലെ ഇഡി വാർത്താക്കുറിപ്പിലൂടെ പുറത്തുവിട്ടത്. ഇതിന് പിന്നാലെ ഇപ്പോൾ വിദേശത്ത് പണം അയച്ചതിലെ ഫെമ ചട്ടലംഘനത്തിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുകയാണ്. പണമിടപാടുകളിൽ വിശദമായ പരിശോധനയ്ക്കാണ് നീക്കം. വീണ ഉപയോഗിച്ച വ്യാജ സിം കാർഡ് ഉടമയുടെ കൂടുതൽ വെളിപ്പെടുത്തലും ഇന്ന് ഈ വിഷയത്തിലുണ്ടായി. ഇഡി പുറത്തുവിട്ട വിവരങ്ങൾ സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കുന്നതാണ്. വിഷയത്തിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കണമെന്ന് ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷനും പരാതിക്കാരനുമായ ഷോൺ ജോർജ് ആവശ്യപ്പെടുമ്പോൾ ഇഡിയുടെ കണ്ടെത്തലുകൾ ഗൗരവമുള്ളതാണ് എന്ന് കോൺഗ്രസും ആരോപിക്കുന്നു. രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ എന്ന് പറഞ്ഞുകൊണ്ട് വിഷയത്തിൽ വ്യത്യസ്ത നിലപാടാണ് തങ്ങളുടേതെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സിപിഐ. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മെയ് 27 നടത്തിയ റെയ്ഡിൽ 20 കോടി രൂപയുടെ സാമ്പത്തിക ഇടപാട് വീണ നടത്തിയതിന്റെ രേഖകൾ ലഭിച്ചെന്ന അമ്പരപ്പിക്കുന്ന വിവരങ്ങളാണ് ഇന്നലെ ഇഡി വാർത്താക്കുറിപ്പിലൂടെ പുറത്തുവിട്ടത്. 85 ലക്ഷം രൂപ ദുബായിലേക്ക് അയച്ചതടക്കമുള്ള വിവരങ്ങളും ഇഡി ലഭിച്ചെന്ന് അവകാശപ്പെടുന്നുണ്ട്. ഇതിൽ ഫെമ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്നതാണ് പരിശോധിക്കുന്നത്. മാത്രവുമല്ല, വീണയുടെ പണമിടപാടുകളിൽ കൂടുതൽ പരിശോധനയ്ക്കും നീക്കമുണ്ട്. ഈ വാർത്താക്കുറിപ്പിൽ അനധികൃത സാമ്പത്തിക ഇടപാടുകൾക്കായി മറ്റൊരാളുടെ പേരിലുള്ള സിം ഉപയോഗിച്ചിരുന്നു എന്ന് എഡി പറഞ്ഞിരുന്നു. വ്യാജ സിം ഉപയോഗിച്ചത് ഹവാല ഇടപാടുകൾക്ക് വേണ്ടിയോ എന്ന സംശയമാണ് ഇത് ഉയർത്തിയത്. വീണയുടെ ഡയറിയിൽ രേഖപ്പെടുത്തിയത് 85 ലക്ഷം ദുബായിലേക്ക് അയച്ചിട്ടുണ്ട് എന്നതാണ്. പണം എങ്ങനെ അയച്ചു, ആർക്കയച്ചു എന്നതിലാണ് ഇനി അന്വേഷണം നടക്കേണ്ടത്. കോഴിക്കോട്ടെ ഡിവൈഎഫ്ഐ പ്രാദേശിക നേതാവും മുഹമ്മദ് റിയാസിന്റെ അടുത്ത സുഹൃത്തുമായ നന്ദുലാലിന്റെ പേരിലാണ് ഈ വ്യാജ സിം കാർഡ് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസത്തെ പരിശോധനയിൽ നന്ദുലാലിന്റെ പ്രത്യേക മൊഴി ഇഡി രേഖപ്പെടുത്തിയിരുന്നു. റിയാസും വീണയും ആവശ്യപ്പെട്ടതനുസരിച്ച് 2024 സിം എടുത്തു നൽകിയത് എന്നതാണ് നന്ദുലാൽ പറയുന്നത്. ഈ സിം എടുത്തു നൽകിയതല്ലാതെ ഏതൊക്കെ ആവശ്യങ്ങൾക്ക് ഈ സിം ഉപയോഗിച്ചെന്ന് തനിക്കറിയില്ല എന്നതാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത്. എന്നാൽ കേരളത്തിലെയും വിദേശത്തെയും സാമ്പത്തിക ഇടപാടുകളിൽ ഇടപെടുന്നതിനാണ് സ്വന്തം നമ്പർ മാറ്റി ഇന്റർനെറ്റ് കോളുകൾക്കായി മറ്റൊരാളുടെ സിം വീണ ഉപയോഗിച്ചതെന്ന് ഇഡി കരുതുന്നു. ഇക്കാര്യത്തിൽ വീണയെ വീണ്ടും ചോദ്യം ചെയ്യാനും സിം കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കാനുമാണ് ഇഡി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി ദേശീയ ലാബിലെ സൈബർ വിദഗ്ധരുടെ സേവനമടക്കം ഇഡി തേടും എന്നതാണ് വിവരം. CMRL നിന്ന് വീണയ്ക്ക് സേവനത്തിന് ലഭിച്ച പണം തന്റെ അക്കൗണ്ട് വഴി പലരുടെയും അക്കൗണ്ടുകളിലേക്ക് കൈമാറ്റം ചെയ്തു എന്ന വാർത്ത തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് PA മുഹമ്മദ് റിയാസ് രംഗത്ത് വന്നത്. വാർത്തയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നതാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞത്. അടിസ്ഥാനരഹിതമായ വാർത്തകൾക്ക് മറുപടി നൽകുന്നില്ല എന്നും റിയാസ് പറയുന്നു. രാഷ്ട്രീയ വശങ്ങൾ പാർട്ടിയും താനും നേരത്തെ സൂചിപ്പിച്ചതാണ് എന്നും റിയാസ് പറയുന്നു. പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേട് ആരോപണങ്ങളാണ് ഉയർന്നിട്ടുള്ളത്. ഇക്കാര്യം പരാതിക്കാരൻ കൂടിയായ ഷോൺ ജോർജ് ആവർത്തിക്കുന്നുണ്ട്. പിണറായി വിജയന് ഉളുപ്പുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം രാജിവെക്കണം എന്നതാണ് ഷോൺ ജോർജ് ആവശ്യപ്പെടുന്നത്. പിണറായി വിജയൻ സംസ്ഥാന വൈദ്യുതി മന്ത്രിയായിരുന്ന കാലം മുതൽ ആരംഭിച്ച അഴിമതിയുടെ തുടർച്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഷോൺ ജോർജ് പറയുന്നത്. ഈ അഴിമതി പണം വെളുപ്പിക്കാനാണ് വീണയുടെ കമ്പനികളെ മറയാക്കിയത് എന്ന ആരോപണമാണ് ഷോൺ ജോർജ് ഇപ്പോൾ ഉയർത്തുന്നത്. പിണറായി വിജയൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഉളുപ്പുണ്ടെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒഴിയാൻ തയ്യാറാണ്. കഴിഞ്ഞ 30 വർഷമായി ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 1996 പിണറായി വിജയൻ വൈദ്യുതി മന്ത്രി ആയ കാലം മുതൽ ഇന്ന് വരെ നടത്തിയിട്ടുള്ള അഴിമതികൾ ആണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വീണയുടെ എല്ലാ കമ്പനിയും, ഏറ്റവും അവസാനത്തെ ലേക്കർ ഇന്ത്യ, ഇന്ന് ഏതോ ചാനൽ അതിനെ സംബന്ധിച്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഒറ്റമുറി കെട്ടിടത്തിലാണ് ഈ ലേക്കർ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം വർക്ക് ചെയ്യുന്നത്. വീണ ഇന്ന് വരെ തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും പിണറായിയുടെ അഴിമതിക്ക് കൊടപിടിക്കുവാനും അവരുടെ ട്രാൻസാക്ഷനും വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ ഗുരുതരമായ കാര്യങ്ങളാണ് ഇഡി കണ്ടെത്തിയിട്ടുള്ളത് എന്നും അത് ഗുരുതരമാണ് എന്നതുമാണ് ഷോൺ ജോർജ് സൂചിപ്പിക്കുന്നത്. ഇഡി റെയ്ഡുകളിൽ പ്രതിഷേധിക്കുകയാണ് CPM യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെയ്യുന്നത്. വലിയ രീതിയിൽ രാഷ്ട്രീയമായും നിയമപരമായും ഒക്കെ അതിനെ നേരിടാനുള്ള ഒരു നീക്കം നടത്തുമ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത്. ഈ
രാഷ്ട്രീയമായി ഇതിനെ പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും ഒക്കെയുള്ള തീരുമാനത്തെ പരിഹസിച്ചുകൊണ്ട് നേരത്തെ കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ കേസിന്റെ വിശദാംശങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ കരുതലോടെയാണ് UDF നേതാക്കളുടെ ഈ വിഷയത്തിലുള്ള പ്രതികരണം. ED അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരു റോളുമില്ല എന്നതാണ് മന്ത്രിമാരുടെ നിലപാട്. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. വീണയുടെ ഹവാല ഇടപാട് സംബന്ധിച്ച് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ മുൻപാകെ ഈ വിഷയം വന്നിട്ടില്ല എന്നും രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വീണ വിജയനെതിരെയുള്ള രേഖാമൂലമുള്ള കണ്ടെത്തലുകൾ അതീവ ഗൌരവമുള്ളതെന്ന് മന്ത്രിയും KPCC പ്രസിഡന്റുമായ സണ്ണി ജോസഫ് ആരോപിച്ചു. വീണ വിജയനെതിരായ ED അന്വേഷണത്തിൽ സർക്കാർ ഒരു അഭിപ്രായവും പറയുന്നില്ല എന്നതായിരുന്നു മന്ത്രി K മുരളീധരന്റെ പ്രതികരണം. കോൺഗ്രസ് നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടും ED നീക്കങ്ങൾ നടത്തുന്നുണ്ട്. EDയുടെ അന്വേഷണം തുടരട്ടെ, വേട്ടയാടലാണോ എന്ന ചോദ്യത്തിന് ഒരു അഭിപ്രായവും പറയാനില്ല എന്നതായിരുന്നു ഈ വിഷയത്തിൽ K മുരളീധരൻ പറഞ്ഞത്. ഇല്ല, സംസ്ഥാന സർക്കാർ ഒരിക്കലും ED ആയിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. കാരണം ED കോൺഗ്രസിൻ്റെ മന്ത്രിമാരെയും മുഖ്യമന്ത്രിമാരെയും ഒക്കെ അന്വേഷിച്ച് നടക്കുകയാണ്. ആ ED എടുത്ത് എങ്ങനെയാണ് ഞങ്ങൾ സമ്മർദ്ദം ചെലുത്താൻ പോകുന്നത്? ഞാൻ പറയാം, നിയമം അതിൻ്റെ വഴിക്ക് പോട്ടെ, ഞങ്ങൾ ഈ കേസിനെ കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. രാഷ്ട്രീയ പ്രേരണ ഉണ്ടെന്നൊക്കെയാണ്, അത് ശരിവെക്കുന്ന രീതിയിലാണോ പോകുന്നത്? EDയുടെ അന്വേഷണത്തിൽ ഒരു രാഷ്ട്രീയ അത് ഒരു കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഏർപ്പാടാണ്. ഞങ്ങൾക്ക് അവരുമായിട്ട് ഏർപ്പാടൊന്നുമില്ല. അപ്പോൾ ഈ EDയുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന ഒരു നിലപാടിനോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു K മുരളീധരന്റെ പ്രതികരണം. മാസപ്പടി കേസിലെ ED അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന CPM വാദത്തെ പിന്തുണയ്ക്കാതെയാണ് പക്ഷേ ഈ വിഷയത്തിൽ CPI ഇന്ന് നിലപാട് വ്യക്തമാക്കിയത്. മാസപ്പടി കേസിലെ ED അന്വേഷണം പിണറായി വിജയന്റെ മകൾ വീണയെയും കടന്ന് PM മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളിൽ എത്തി നിൽക്കുകയാണിപ്പോൾ. ഹവാല ഇടപാട് കൂടി സംശയിക്കുന്ന ഇടപാടിനെ രാഷ്ട്രീയ പ്രേരിതമെന്ന് പ്രതിരോധിക്കാൻ CPM ശ്രമിക്കുമ്പോഴാണ് CPI ഈ വേറിട്ട നിലപാട് പ്രകടിപ്പിക്കുന്നത്. ഇടതുപക്ഷ രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ. CPIക്ക് അതിലൊന്നും താല്പര്യമില്ല എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം. ഇത്തരം ഒരു കൊടുക്കലും വാങ്ങലും ഒരു പങ്കും CPIക്ക് ഇല്ല, ഉണ്ടാവുകയുമില്ല. അതുകൊണ്ട് അതേപ്പറ്റി CPIക്ക് ഒന്നും പറയാനില്ല. ഇതല്ല, അത് വേറെ ഇത് വേറെ. ഇടതുപക്ഷ രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ. രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ. CPIക്ക് താല്പര്യമില്ലല്ലോ. ഇപ്പോൾ രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ എന്നതാണ് CPI സംസ്ഥാന സെക്രട്ടറി ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അന്വേഷണം മുറുക്കുകയാണ് ED. ഫെമ നിയമ ലംഘനം കണ്ടെത്തിയാൽ വീണയ്ക്ക് കൂടുതൽ കുരുക്കാകും അത്. റിയാസിന്റെ വിദേശത്തും സ്വദേശത്തുമുള്ള വ്യവസായികളായ സുഹൃത്തുക്കളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലും ചോദ്യം ചെയ്യലിലും ചില രേഖകൾ ലഭിച്ചെന്ന് ED വ്യക്തമാക്കുന്നുണ്ട്. എന്തൊക്കെ രേഖകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് ED എന്നാൽ വ്യക്തമാക്കിയിട്ടുമില്ല. അതിനാൽ ഇനിയുള്ള അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ വീണയ്ക്കും റിയാസിനും നിർണായകമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.